എന്ത് ചെയ്യുകയാണെങ്കിലും ഒരു പ്ലാനിങ്ങോടെ ചെയ്യണമെന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, കാരമൽ ബിസ്ക്കറ്റ് പുഡിങ്ങാണ് ഉണ്ടാക്കിയത്. കാണാനുള്ള ഭംഗി നിങ്ങൾ നോക്കണ്ട, എനിക്ക് 8ന്റെ അല്ല 16ന്റെ പണിയാണ് ഈ ഒരു പുഡിങ് തന്നേട്ടാ. നമ്മൾ വിട്ടുകൊടുക്കില്ല ഗൈസ്, എന്നാലും നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ആക്ച്വലി മെഷർമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു പുഡിങ് അടിപൊളിയായി കിട്ടും കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുത്ത് നല്ലോണം ബ്രൗൺ കളറാവുന്ന വരെ ഇരിക്കട്ടെ. എന്നതിന് ശേഷം നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മളുടെ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അത് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഒരു കാരമൽ സോസാക്കി എടുക്കുക ഇതുപോലെ. എന്നിട്ട് ഈ വിപ്പിംഗ് ക്രീം ഒന്ന് സ്റ്റിഫ് ബീറ്റ് ആവുന്നിടം വരെ നല്ലപോലെ ബീറ്റാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ഞാനിവിടെ കോഫിയുടെ ഒരു ഡയബറ്റീസ് ബിസ്ക്കറ്റാണ് എടുത്തത്. അപ്പോൾ ആ ബിസ്ക്കറ്റ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ മെൽറ്റഡ് ബട്ടറും കൂടെ ചേർത്തിട്ട് മാറ്റിയെടുക്കുക കേട്ടോ. ആൻഡ് നമ്മളുടെ ഇൻപുട്സ് ഒക്കെ റെഡിയായി. ഇനി നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിടക്കാം. ഓക്കെ, ഇത് നമ്മൾ ഒരു ഗ്ലാസിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച ബിസ്ക്കറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് മേലേക്ക് നമ്മളെ കാരമൽ സോസ് ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ആക്ച്വലി എനിക്ക് ഇവിടെ മുതൽ പണി വാളിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല ഗൈസ്. എന്നിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇതുവരെ വളരെ 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 ശരിയാണ്. ഓക്കെ, ഇതുവരെ വളരെ ശരിയാണ്. പണി വാളിപ്പോയത് എവിടെയാന്ന് വെച്ചാൽ നമ്മളെ കാരമൽ സോസ് ഒന്ന് കട്ടയായി പോയി. അതിന് ഒട്ടി പിടിച്ച സാധനം ഞാൻ അകത്താൻ പോയതാണ്. എൻ്റെ കൈയും കൂടെ ഞാൻ കുത്തിയെടുത്ത് ഗൈസ്. കത്തിയാണോ കുപ്പിച്ചില്ലാണോ കുത്തിയെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞിട്ടില്ല. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ ആ സോസ് ഒന്ന് മെൽട്ടാക്കി നോക്കി. അപ്പണ്ടടാ യഥാർത്ഥ കാരമൽ സോസ്. പക്ഷെ നമ്മൾ തളരാൻ ഉദ്ദേശിച്ചിട്ടില്ല. എങ്ങനെ ഇരിക്കണം.